തയ്യാറാന്ന് കേട്ടപ്പം പെട്ടു തന്നെ കരുതിയതാ കേട്ടോ. 4:30 ഫ്ലൈറ്റ്, 80 കിലോമീറ്റർ, 24 ഹെയർ പിൻ. പക്ഷെ മിടുക്കത്തിയാ കേട്ടോ. ഏതവനാടാ ഇത്ര തിരക്ക്? അണ്ണാ ദേവ് ചേച്ചിയാ. അയ്യോ, ദേവമോളായിരുന്നു. ഇവിടുത്തെ ആൺ ഡ്രൈവർമാർക്കെല്ലാം വലിയ സ്നേഹമാല്ലയോ? ആ, പെണ്ണായതുകൊണ്ടല്ല, പെങ്ങളായി കാണുന്നോണ്ട്. ഈ വെകിളി പാസഞ്ചേഴ്സ് തൊടാനോ പിടിക്കാനോ വന്ന കൊച്ചെന്തോ ചെയ്യും. മരുന്ന് കഴിഞ്ഞു അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്നും പറയില്ലല്ലോ. ജോലിക്കിടയിലാണ് ലിസ്റ്റ്. ഓ ശരി ശരി. ഇപ്പൊ ഏത് മരുന്നാ തീർന്നേ? ഞാൻ വിളിക്കാം. കൊച്ചേ, ഇനി 1/2 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ഒന്നും മിണ്ടായിരി വല്യപ്പാ. വല്യപ്പാന്നോ? എന്നാ സാറേ എല്ലാം കറക്റ്റാ. ബുക്കും പേപ്പറും കറക്റ്റ് ആയിരിക്കും സാറേ. ഫോൺ ചെയ്തോണ്ടാ വണ്ടി ഓടിച്ചോണ്ട് വന്നു. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു 3000 പെറ്റി അടച്ചാരേ. 3000? നമസ്കാരം സർ. സർ. ഓ, ഷീ ടാക്സി ആണല്ലേ? അങ്ങനെ വേണേലും പറയാം. ഗവൺമെന്റിന്റെ ഷീ ടാക്സി അല്ല കേട്ടോ. ഞാനൊരു പെണ്ണായതുകൊണ്ട് നാട്ടുകാരൊക്കെ അങ്ങനെ വിളിക്കുന്നത് മാത്രം. ഡ്രൈവിംഗിനിടയിൽ ഫോൺ ചെയ്യൽ. സർ, 2 ആഴ്ചക്കിടയിൽ കിട്ടിയ ഒരേ ഒരു ലോങ് ട്രിപ്പാണ് സർ. കൽപ്പറ്റ ടു കരിപ്പൂർ 4000 രൂപയാണ് ന്യായമായ റേറ്റ്. അയാൾ അത് വിലപേശി 2500 രൂപയാക്കി സർ. ദുഷ്ടൻ, കണ്ണിച്ചോരയില്ലാത്തവൻ. അയാളുടെ തലയിൽ ഇടി. വേണ്ട, ഞാൻ ആരെ ശപിച്ചാലും അയാളെ പിന്നെ ഒരു കാലത്തും ഗതി പിടിക്കൂല. കോടതിയിൽ ശാപം വേണ്ട. സോറി സർ. സർ, ഈ 2500-ന് 1500-ന് ഞാൻ ഡീസൽ അടിക്കണം. പിന്നെ ഈ റോഡിലെ കുഴികളിലൊക്കെ വീണിട്ടുള്ള പണിച്ചെലവ് വേറെ. ബാക്കി കിട്ടുന്ന തുച്ഛമായ പൈസയെന്ന് കോടതിയിൽ പിഴയടക്കണം എന്നൊക്കെ പറഞ്ഞ കഷ്ടമല്ലേ ജഡ്ജി സാർ? വീണു തുടങ്ങി. മാത്രമല്ല, കോടതിയിൽ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ എന്റെ അച്ഛൻ സഹിക്കൂല സാറേ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ മോളിലും? അയ്യോ, അച്ഛൻ മരിച്ചു പോയി സാറേ. ഓ, അച്ഛൻ ഓടിച്ചിരുന്ന കാറാ അത്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട് സാറേ. അതെന്താ, കൊമ്പുണ്ടോ? കൊമ്പല്ല സാറേ, പക്ഷേ ഒരു നെറ്റിപ്പട്ടുണ്ട്. കൈക്കൂലി എടുക്കുവാണോ? അല്ല സാറേ, ഒരു മിനിറ്റ്. സാർ ഇതൊന്ന് കണ്ടാട്ടെ. വായിച്ചാ. വയനാടൻ ടാക്സിക്ക് കിട്ടിയ സൗഭാഗ്യം. ഇത് മുൻ ഇന്ത്യൻ പ്രസിഡന്റ്. ഇത് എന്റെ അച്ഛൻ. അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് കേരള സന്ദർശനത്തിന് വന്നപ്പോ അച്ഛന്റെ വണ്ടിയിലാ യാത്ര ചെയ്ത്. അന്നത് വലിയ വാർത്തയായിരുന്നു. യെസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവർ ആയപ്പോഴും അത് വലിയ വാർത്തയായി. അത് ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. കേൾപ്പിക്കാം, അല്ല കാണിക്കാം. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട്. ഇതിലും വളയം പിടിക്കുന്ന വളയിട്ട കൈകൾ. ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഞാനാ. കൊള്ളാല്ലേ? സാർ, ചാനലിൽ വന്ന പ്രോഗ്രാമിന്റെ CD കാറിലുണ്ട്. എടുത്തിട്ട് വരട്ടെ സാർ? വേണ്ട. സാർ, എന്റെ അച്ഛനെ പോലെ ഒരു അച്ഛനാണ് സാറിനുള്ളത് എന്നിരിക്കട്ടെ. എന്റെ സ്ഥാനത്ത് സാറിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്റെ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല. അയ്യോ, അങ്ങനെ വിചാരിച്ചാ മതി സാറേ.
സാറിന് ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് അച്ഛന്റെ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നു. സാർ ഇങ്ങനെ ടാക്സി ഓടിച്ചു വരുന്നു, സാറിന്റെ വീട്ടിൽ നിന്നും വൃദ്ധയായ മുത്തശ്ശി സാറിനെ ഫോൺ ചെയ്യുന്നു മരുന്ന് വാങ്ങാൻ. സാർ ഫോൺ എടുക്കില്ല സാറേ. എടുക്കും. അതല്ലേ ഞാനും ചെയ്തുള്ളൂ. പ്ലീസ്. 200 രൂപയോ? മനുഷ്യപ്പറ്റുള്ളവരുണ്ട് സാറേ ഈ നാട്ടിൽ. ദാമോദരേട്ടനും പ്രസിഡന്റുമായിട്ടുള്ള പടം കാണിച്ചു കാണും, പിന്നെ പത്രക്കട്ടിക്കും. സാറേ ഇത് ഇവളുടെ തുറുപ്പ് ചീട്ടാ അല്ലേ?